രാവിലെ 8 മണി മുതൽ വിശ്വാസികൾ ഒരേ സമയം തന്നെ മൗണ്ടും അരമനയും ഒരുമിച്ച് ഉപരോധിക്കുകയാണ് ഇന്നുണ്ടായത്. പാംപ്ലാനി വികാരിയെയും മേജർ മെത്രാനെയും സീറോ മലബാർ സഭയുടെ സംരക്ഷകരായി നിലകൊള്ളാതെ സഭാശത്രുക്കൾക്ക് അടിമപ്പെട്ട് എറണാകുളം അതിരൂപതയെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ ഏകീകൃത കുർബാനയിൽ സമവായമുണ്ടാക്കി അങ്ങനെ അലങ്കോലപ്പെടുത്താനും ശ്രമിക്കുകയുണ്ടായാൽ ശക്തമായ നിലപാട് എടുക്കുവാൻ തന്നെയാണ് വിശ്വാസികൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഒരേ സമയം തന്നെ മൗണ്ടും അരമനയും പിടിച്ചടക്കി യാതൊരു വിധത്തിലും കൂരിയ അച്ഛന്മാരെ കോൺഫറൻസിന് അല്ലെങ്കിൽ ആ ഒരു വൈദിക സമ്മേളനത്തിന് അയക്കാൻ നമ്മുടെ വിശ്വാസികൾ സമ്മതിച്ചില്ല. കൂരിയയിലെ അച്ഛന്മാരുടെ എല്ലാവരുടെയും ഫോൺ പിടിച്ചു വാങ്ങിക്കുകയും വാതിലടച്ചിടുകയും യാതൊരു കാരണവശാലും ഇവരുടെ അനുവാദത്തോടെ അല്ലാതെ, വിശ്വാസികളുടെ അനുവാദത്തോടെ അല്ലാതെ പുറത്തു പോകാൻ പാടില്ല എന്നുള്ള ശക്തമായ തീരുമാനം എടുക്കുകയും തന്മൂലം വൈദിക സമ്മേളനം ഇൻഫോർമലായിരിക്കുവാനും വിശ്വാസികൾ ഇന്നേ ദിവസം എടുത്ത വലിയൊരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് പാംപ്ലാനി പിതാവും MABയും ശക്തമായിട്ട് ഏകീകൃത കുർബാനയിൽ വെള്ളം ചേർക്കാൻ ശ്രമിച്ചാൽ ശക്തമായിട്ട് തന്നെ അവരെ ഉപരോധിക്കും എന്നുള്ള ഒരു വലിയ താക്കീതാണ് ഇന്ന് വിശ്വാസികൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഇനി കൂരിയ പിരിച്ചുവിടാൻ ശ്രമിച്ചാൽ അത് ക്രിസ്തുവിനോടും ആഗോള സീറോ മലബാർ സഭയോടും ചെയ്യുന്ന മഹാ അപരാധമായിരിക്കും എന്ന് മാത്രമല്ല, മറ്റു 34 രൂപതകളും കുത്തഴിഞ്ഞ പുസ്തകം പോലെ ആക്കുവാൻ പാംപ്ലാനി പിതാവും MABയും ശ്രമിച്ചാൽ അതിൻ്റെ തിക്തബലം വലുതായിരിക്കും എന്നും വിശ്വാസികൾ ഒന്നടങ്കം അവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. അതിനാൽ എറണാകുളം അതിരൂപതയിൽ വിശ്വാസ പ്രതിസന്ധി ഉണ്ടാക്കാൻ ശ്രമിക്കാതെ സിനഡ് എടുത്ത തീരുമാനം നടപ്പിൽ വരുത്തുക എന്നുള്ളത് മാത്രമായിരിക്കട്ടെ സഭാ നേതൃത്വത്തിൻ്റെയും പ്രത്യേകിച്ച് MABയുടെയും പാംപ്ലാനി പിതാവിൻ്റെയും തീരുമാനങ്ങൾ. അല്ലാതെ വിമതർക്ക് വേണ്ടി സമവായ പായസം വിളമ്പാം എന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല എന്ന് തീർത്തും അരമനയിലും മൗണ്ടിലുമുള്ള വിശ്വാസികൾ ഒരുമിച്ച് ഉപരോധം നടത്തിയതിൽ നിന്നും തെളിഞ്ഞിരിക്കുകയാണ്. ഇന്നേ ദിവസം ശക്തമായിട്ടുള്ള വിശ്വാസികളുടെ ഒരു കെട്ടുറപ്പാണ് ഇന്നേ ദിവസം അരമനയിലും കൂരിയ അച്ഛന്മാരുടെ ആ അരമനയുടെ മുൻപിൽ ഉണ്ടായ എല്ലാ കാര്യങ്ങളിലും നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.